എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് എത്തുന്ന സമയത്ത് പല മക്കൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്. ഇനിയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ, കൺഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, ലാസ്റ്റ് മൊമെൻറ്റിലുള്ളൊരു പ്രതീക്ഷയാണല്ലേ, ഇനി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്സ് കിട്ടുമോ? എപ്പോഴും നമ്മുടെ ലൈവ് ചാറ്റിൽ വരുന്നൊരു ചോദ്യമാണ്. ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടുമോ? ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടുമോ, ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. പക്ഷേ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ എന്തായാലും കവർ ചെയ്തിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ മക്കളാണെങ്കിൽ നിങ്ങളൊരു ലാസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ എക്സാമിന് മുമ്പ്, തൊട്ട് മുമ്പ് പോകുന്നതിന് മുമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് എന്തായാലും നോക്കിയിരിക്കണം, ഈ കാര്യങ്ങളാണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് നമ്മുടെ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് വെച്ച് തുടങ്ങാം. നമ്മുടെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും നോക്കിയിരിക്കുന്നതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, അതായത് ആ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പിന്നെ നമ്മുടെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം, അതിനകത്ത് നമുക്ക് ആ 4 ഗ്യാങ് മെമ്പേഴ്സ് ഉണ്ട്: എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, വാക്യൂൾ. അതിൽ തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കമ്പാരിസൺ വരാറുണ്ട്. ദെൻ മൈറ്റോകോൺട്രിയ ഷുവർ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദെൻ നമ്മുടെ പ്ലാസ്റ്റിഡ്സിൽ ആ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ഉണ്ട്: ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ്. അതിൽ തന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം എക്സാമിന് വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും വരുന്നൊരു ടോപ്പിക് കൂടിയാണ്. പിന്നെ നമ്മുടെ ക്രോമസോംസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ആ സെൻട്രോമിയറിന്റെ പൊസിഷന്റെ ബേസിലുള്ളത്. ഇതിനിടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേറെയും ഒത്തിരി ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സാം ടൈമിൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. കാരണം അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് നീണ്ടുപോകും. അപ്പോൾ ഈ പോർഷൻസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇന്റർഫേസ് ഉണ്ടല്ലോ മക്കളെ. ആ ഒരു സെൽ സൈക്കിളിൽ ഇന്റർഫേസിൻ്റെ അകത്ത് നമുക്ക് 3 സ്റ്റേജസ് ഉണ്ട്. നമ്മുടെ G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നടക്കുന്ന ഓരോ ഈവൻസും എക്സാമിന് ചോദിക്കും. ഇതിനോട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ G0 സ്റ്റേജ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റേജ് വരുന്നത്. പിന്നെ നമ്മുടെ കാരിയോകൈനസിസ് ഓഫ് മൈറ്റോസിസ്, അതിൽ നമ്മുടെ പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ് ആൻഡ് ടീലോഫേസ്. അതിൽ ഇത് രണ്ടുമാണ് എപ്പോഴും ചോദിക്കാറുള്ളതെങ്കിലും വളരെ റീസെൻ്റ് ആയിട്ട് ടീലോഫേസും ചോദിച്ച് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1ൻ്റെ 5 സബ് സ്റ്റേജസ്: ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്റ്റിൻ, ഡിപ്ലോട്ടീൻ, ഡയക്കൈനസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഇത് നോക്കാതെ നിങ്ങൾ ഈ ചാപ്റ്റർ കടന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നമ്മുടെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു പിഗ്മെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതല്ലാതെ നമ്മുടെ പിഗ്മെൻറ്റ്സ് പറയുന്നുണ്ട്. നമ്മുടെ ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണ്: ചീഫ് പിഗ്മെൻറ്റ്, ആക്സസറി പിഗ്മെൻറ്റ്, ആക്സസറി പിഗ്മെൻറ്റ്സിൻ്റെ ഫംഗ്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. പിന്നെ നമ്മുടെ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ, C3 സൈക്കിളും C4 സൈക്കിളും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും കമ്പാരിസണും എക്സാമിന് സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്, പിന്നെ നമ്മുടെ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആ എക്സ്പെരിമെൻറ്റ്സ് നിങ്ങളത് പഠിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പാറ്റേണിൻ്റെ രീതിയിൽ എല്ലാം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പഠിച്ചിരിക്കണം. ഇനി അതല്ല ലാസ്റ്റ് മൊമെൻറ്റിൽ ചിന്തിക്കുന്ന മക്കളാണെങ്കിൽ ഇതെങ്കിലും കവർ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. അതിൽ ഇതിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്, ഫോർമേഷന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്, ഡിസോസിയേഷന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്, പിന്നെ ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ട്, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ട്, പിന്നെ നമ്മുടെ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇൻസ്പിറേഷൻ എക്സ്പയറേഷൻ്റെ കമ്പാരിസൺ, അതിൻ്റെ മെക്കാനിസം, അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലേക്ക് വരുമ്പം ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ECG. പിന്നെ നമ്മുടെ ബ്ലഡ് സെൽസിൻ്റെ പ്രത്യേകിച്ച് WBCൻ്റെ ക്ലാസിഫിക്കേഷൻ, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്. ദെൻ നമ്മുടെ കാർഡിയാക് സൈക്കിളും കാർഡിയാക് ഔട്ട്പുട്ടും അതിൻ്റെ ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. ദെൻ നമ്മുടെ ഡിസോർഡേഴ്സ്, ഏതെങ്കിലും 2 ഡിസോർഡേഴ്സ് എഴുതിയിട്ട് അതിനുള്ള കാരണം എന്താണ്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, അങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ഡബിൾ സർക്കുലേഷൻ, അതിൽ പൾമണറി സർക്കുലേഷൻ, അതേപോലെ തന്നെ സിസ്റ്റമിക് സർക്കുലേഷൻ, ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ആ സ്റ്റേജസും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി നമ്മുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദിയർ എലിമിനേഷൻ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. പക്ഷേ ഉള്ള പോർഷൻസ് എല്ലാം അത്യാവശ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷനും റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷനും. പിന്നെ യൂറിൻ ഫോർമേഷൻ്റെ ആ 3 സ്റ്റെപ്പുകളാണ്: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, നമ്മുടെ സെക്രീഷൻ. ഈ 3 സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ, പ്രത്യേകിച്ച് ആ മാൽപീജിയൻ ബോഡി, റീനൽ കോർപ്പസലിൻ്റെ എല്ലാം ഭാഗത്ത് നിന്ന് അത് വരാറുണ്ട്. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ടേമിൽ മിസ് എടുത്ത പോർഷൻസിൽ നിന്ന് വന്നിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ ഫസ്റ്റ് ടേമിലേക്ക് നോക്കുമ്പോൾ ലിവിംഗ് വേൾഡിൽ നിങ്ങൾക്ക് അറിയാം ആ ടാക്സോണമിക് കാറ്റഗറീസ് ഓർഡറിൽ എഴുതാൻ ICBN, ICZN അതൊക്കെയാണ് വരിക. പിന്നെ ലിനേയസിൻ്റെ നമ്മുടെ റൂൾസ് അതൊക്കെയാണ് ചോദിക്കുക. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊണീറയുടെ ഭാഗത്ത് ആർക്കി ബാക്ടീരിയ,
അതേപോലെ തന്നെ നമ്മുടെ ആർക്കി ബാക്ടീരിയയുടെ 3 ടൈപ്പ് അവിടെ നിന്ന് ചോദ്യം വരാറുണ്ട്. പിന്നെ നമ്മുടെ പ്രൊട്ടസ്റ്റയിലെ ക്രൈസോഫൈറ്റ്സ് വരാറുണ്ട്. ക്രൈസോഫൈറ്റ്സിലെ ഡയറ്റംസിൻ്റെ ആ ഒരു ഏരിയ. പിന്നെ നമ്മുടെ ഫംഗസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫംഗസിൻ്റെ നമ്മുടെ എന്താ പറയുക ആ ഒരു വൺ വേർഡിൽ നമ്മുടെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്നത് ആര് ആ ഒരു രീതിയിൽ ഫംഗസിൻ്റെത് വരാറുണ്ട്. പിന്നെ നമ്മുടെ വൈറസിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ അനിമൽ കിങ്ഡത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 എണ്ണം പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് ഫൈലം ഡേറ്റ പറയും, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രിക്റ്റിസും ഓസ്റ്റിക്റ്റിസും പറയും, നിഡോബ്ലാസ്റ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ പറയും. പിന്നെ ബാക്കിയെല്ലാം തന്നെ ഒരു കമ്പാരിസൺ ആണ്. അതായത് ചിലപ്പം ഒരു 4 മാർക്കിന് എല്ലാ ഫൈലത്തിൽ നിന്നും ഓരോ പോയിന്റ്സ് എടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്റ്റി ഉള്ളത് ആർക്ക്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കോംപ്ലേറ്റ്സ് ഉള്ളതാർക്ക്, അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പഠിക്കേണ്ടതാണ്. ഈ ഒരു പോർഷനിൽ ഇത്രയാണ് വരുന്നത്. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ATR മിസ്സും സ്നേഹ മിസ്സും ഉണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും കാണാം. ഹലോ മക്കളെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും അധികം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മുടെ അമിനോ ആസിഡിലെ ഗ്ലൈസിൻ, അലാനിൻ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെറിൻ, ഈ 3 എണ്ണം വരയ്ക്കാനായിട്ട് പഠിച്ചു വെച്ചോളൂ. പിന്നെ അതേപോലെ തന്നെ ബേസിക് അമിനോ ആസിഡിനും അസിഡിക് അമിനോ ആസിഡിനും ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് പേര് പഠിച്ചു വെക്കുക. ആരോമാറ്റിക് അമിനോ ആസിഡ് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം അമിനോ ആസിഡിൻ്റെ ഭാഗത്ത് നിന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളിറ്റ്സിന് ഒരു ടേബിൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു വെച്ചാൽ ആ ഒരു ടേബിൾ എക്സാമിന് ചോദിക്കും. അതിലേറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ടോക്സിൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഡ്രഗ്സ്, പിന്നെ അതേപോലെ തന്നെ കൂടുതലും ഇവരൊക്കെയാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലെക്ടിൻസ്, ഇവരൊക്കെയാണ് കൂടുതലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ആ ടേബിൾ എന്തായാലും എൻ്റെ കുട്ടികൾ ഫുള്ള് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ എന്തായാലും പഠിച്ചു വെച്ച് പോകണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻസ് ഒരു ടേബിൾ നമുക്ക് കൊടുത്തിട്ടില്ലേ, ആ ടേബിളും പഠിച്ചു വെക്കുക. പിന്നെ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡയഗ്രാംസ് കൊടുത്തിട്ടില്ലേ, ആ ഡയഗ്രാംസ് എന്തായാലും മനസ്സിലാക്കാനായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ കോഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഷുവർ ക്വസ്റ്റൻ ആണ്, ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പിന്നെ എൻസൈമിനെ ക്ലാസിഫിക്കുക, അത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് എൻസൈം ആണെന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എൻസൈമും കോഫാക്ടറും ഒരിക്കലും മിസ്സാക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. എൻസൈമിൽ നമുക്കവിടെ ഒരു ഗ്രാഫൊക്കെ പഠിക്കാനില്ലേ, ആ ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എക്സാമിന് ചോദിക്കുക എൻസൈമിൻ്റെ റിയാക്ഷൻ എന്താണ്, അതായത് എൻസൈം എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻസൈമിൻ്റെ. അതിൽ എൻസൈമിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇല്ലേ, ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്ന എൻസൈം, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ എൻസൈമും കോഫാക്ടറും ഇവിടെ ഒരിക്കലും മിസ്സാക്കരുത്. പ്രോട്ടീൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളിറ്റ്സ് ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ടോപ്പിക്കെങ്കിലും നന്നായിട്ട് പഠിച്ചു പോവുക. ദെൻ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിഷ്യൂ സിസ്റ്റംസ് പഠിച്ചു പോവുക. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നെന്നുള്ള രീതിക്ക് പറയാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ്. ഓക്കെ, കാരണം അതിൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട കാര്യം നമ്മുടെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ കാര്യം പഠിച്ചു വെച്ചോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. വാസ്കുലർ ബണ്ടിൽസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, റേഡിയൽ ആയിട്ടുള്ളതും പിന്നെ അതേപോലെ തന്നെ കൺജോയിൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ അതൊക്കെ എന്തിനാണ് ചോദിക്കുക, അതായത് മോണോക്കോട്ട് സ്റ്റെമ്മിലാണോ ഇത് കാണുന്നത്, അങ്ങനെയുള്ള രീതിക്ക് ഓരോന്നും തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ എക്സാർക്ക് ആൻഡ് എൻഡാർക്ക് ആയിട്ടുള്ള സൈലം, എക്സാർക്ക് ആൻഡ് എൻഡാർക്ക് കണ്ടീഷൻ, അതൊക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് തരാം, ആ ഫീച്ചേഴ്സ് തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക സ്കാറ്റേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഇതിലാണ് കാണുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക റിംഗ് ലൈക്ക് ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻറ്റ് ഇതിലാണ് കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മിനിമം അത്രയും കാര്യങ്ങളെങ്കിലും നന്നായിട്ട് പഠിച്ചു വെച്ച് പോവാം. ഓക്കെ, കാരണം ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇത് മാത്രം പഠിക്കാനുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് വാസ്കുലർ ബണ്ടിൽസ്, എൻഡാർക്ക് ആൻഡ് എക്സാർക്ക് കണ്ടീഷൻ ഓഫ് സൈലം വെസൽസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓരോ സ്കാറ്റേർഡ് ബണ്ടിൽസ് ഏതിലാണ് കാണുന്നത്, പിന്നെ അതേപോലെ തന്നെ ബ്രോക്കൺ റിംഗ് ഏതിലാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ കാസ്പേരിയൻ സ്ട്രിപ്സും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോവാം കേട്ടോ, കാസ്പേരിയൻ സ്ട്രിപ്സ്.
ഓക്കെ റെഡി. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ മോർഫോളജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് അടയാളപ്പെടുത്താനായിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. പിന്നെ അതേപോലെ തന്നെ ലീഫിൻ്റെ പാർട്സും അതും ഒന്ന് അഥവാ വന്നാലും ഒന്ന് മിസ് കൊടുത്താണ്. ഫിലോടാക്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിലോടാക്സിയും എപ്പോഴും ചോദിക്കാറുണ്ട്. എസ്റ്റിവേഷനും ചോദിക്കാറുണ്ട്. എസ്റ്റിവേഷൻ്റെ ഡയഗ്രാം നന്നായി ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ സിമെട്രീൻ്റെ ബേസിൽ നമ്മുടെ എന്താ പറയുക സിമെട്രിക് അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആക്ടിനോമോർഫിക് ഫ്ലവർ, സൈഗോമോർഫിക് ഫ്ലവർ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഓവറിൻ്റെ പൊസിഷൻ്റെ ബേസിൽ അതും എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോഗൈനസ് അതേപോലെ തന്നെ പെരിഗൈനസ്, എപ്പിഗൈനസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇൻഫ്ലോറസൻസും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോവുക. പ്ലാസൻറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ പഠിക്കില്ലേ. പിന്നെ അതേപോലെ സൊളാനേസിൻ്റെ ഫ്ലോറൽ ഫോമിലും ഫ്ലോറൽ ഡയഗ്രാം പഠിച്ചു വെച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇതന്നെ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും കൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് റീജിയൻസ് പഠിച്ചു പോവുക, ഫിലോടാക്സിയും എസ്റ്റിവേഷനും പഠിച്ചു പോവാം, ഓവറിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് ഹൈപ്പോഗൈനസ് എപ്പിഗൈനസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇൻഫ്ലോറസൻസും എന്തായാലും പഠിച്ചു വെക്കുക. പ്ലാസൻറ്റേഷനും സൊളാനേസിയുടെ ഫ്ലോറൽ ഫോമിലയും പഠിച്ചു വെച്ച് പോവാം. ഓക്കെ, ഫ്ലോറൽ ഡയഗ്രാം വരില്ല എന്നല്ല, പക്ഷേ ഫ്ലോറൽ ഫോമിലാണ് ഏറ്റവും കൂടുതലും എപ്പോഴും മെജോറിറ്റി എക്സാമിന് കൂടുതൽ ചോദിക്കാറുള്ളത് അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ ഒരു ഓണം എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ എന്ത് ചെയ്യുക, മിനിമം നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ മക്കളെ, സോ നമ്മുടെ +1 ബയോളജിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 2 ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനും അതുകൂടാതെ തന്നെ നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും ഇതെങ്കിലും പഠിച്ചു പോകണം എന്ന് പറയുന്ന ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നമ്മൾ ഓൾറെഡി ഓണം എക്സാമിന് പഠിച്ചതാണ്. പക്ഷേ നമ്മുടെ പുതിയ പാറ്റേണിൽ നിങ്ങൾക്ക് ഓണം എക്സാമിൽ നിന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഫ്രോഗിനെ കുറിച്ച് അതിൻ്റെ സയൻറ്റിഫിക് നെയിം നോട്ട് ചെയ്ത് വെക്കണം, റാന ടിഗ്രീന. ഇനി അതുകൂടാതെ തന്നെ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ഫ്രോഗ് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എഴുതേണ്ട നെപ്ഷ്യൽ പാഡ് അല്ലെങ്കിൽ കോപ്പുലേറ്ററി പാഡ് എഴുതണം. അതുകൂടാതെ തന്നെ വോക്കൽ സാക്കിൻ്റെ കാര്യം എഴുതണം. നെക്സ്റ്റ് ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അത് നിങ്ങളോട് ലേബിൾ ചെയ്യാനുള്ള രീതിയിലാണ് ചോദിക്കുക. പിന്നെ നമ്മുടെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഓഫ് ഫ്രോഗ്, മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൂടി ലേബിൾ ചെയ്യാനുള്ള രീതിയിൽ പഠിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലേബിൾ ചെയ്യാനുള്ള രീതിയിലായിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റിൽ മസിൽസ് വരെയുള്ള ടോപ്പിക്ക് മാത്രമാണ് നമ്മുടെ എക്സാമിനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട ടൈപ്സ് ഓഫ് മസിൽസ്. ഓക്കെ, സ്കെലിറ്റൽ മസിൽ ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്, കാർഡിയക് മസിൽസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവിടെ നമ്മുടെ കാർഡിയക് മസിൽസിന് മാത്രമാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത നമ്മുടെ തിൻ ആൻഡ് തിക്ക് മയോഫിലമെൻറ്റ് അല്ലേ, നമ്മുടെ ആക്റ്റിനും അതുപോലെ തന്നെ മയോസിൻ്റെയും സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കണം. അതുണ്ടാക്കിയിട്ടുള്ള സബ് യൂണിറ്റ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഇനി സാർക്കോമിയർ എന്താണ്? ഓക്കെ, ഈ സാർക്കോമിയറിൽ മസിൽ കോൺട്രാക്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? എ ബാൻഡിൽ, ഐ ബാൻഡിൽ, എച്ച് സോണിൽ, അതുകൂടാതെ തന്നെ നമ്മുടെ എ ബാൻഡ്, ഐ ബാൻഡ്, എച്ച് സോണ്, ലാസ്റ്റ് വൺ സെഡ് ലൈൻ. ഓക്കെ, ഈ 4 കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യം പഠിക്കണം. പിന്നെ സ്റ്റെപ്സ് നോട്ട് ചെയ്യണം. അത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് സ്റ്റെപ്പ് ആദ്യം മുതൽ എഴുതാനുള്ള രീതിയിൽ ചോദിക്കും. ദെൻ ലാസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് റെഡ് ആൻഡ് വൈറ്റ് മസിൽ ഫൈബേഴ്സ് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഒരു 4 ഡിഫറൻസ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുക. അതെന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ റെഡ് ആൻഡ് വൈറ്റ് മസിൽ ഫൈബർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 2 ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ +1 ബയോളജിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.